തിരികെ ചർച്ചയിലേക്ക്. ശ്രീ സേനാപതി വേണു, വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അതിന് കൃത്യമായി മറുപടി പറയാതെ വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഉത്സാഹം കാണിക്കുന്നത് എന്തിനാണ് UDF? പ്രത്യേകിച്ച് UDFിലെ ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനം ഉയർത്തുമ്പോൾ അതിലെ വസ്തുതകളല്ലേ പരിശോധിക്കേണ്ടത്? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത് എന്നുള്ള കൃത്യമായ ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്യാതെ ബാക്കി കാര്യങ്ങളിലേക്ക് ഇങ്ങനെ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം ബോധപൂർവം നടക്കുന്നില്ലേ? മലപ്പുറത്തെ സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ അതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? മലപ്പുറത്ത് തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നില്ല, മുസ്ലിം ലീഗ് ഇടപെട്ടുകൊണ്ടാണ് അത് തടയുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു ഉത്തരം എന്തുകൊണ്ട് നൽകുന്നില്ല? പകരം വെള്ളാപ്പള്ളി ഇങ്ങനെ വർഗീയവാദി എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ അജണ്ട അടക്കം നടപ്പിലാക്കിക്കൊണ്ട് ഒരു ഭാഗത്തിങ്ങനെ വലിയ രീതിയിലുള്ള അടച്ചാക്ഷേപിക്കൽ അല്ലെങ്കിൽ കടന്നാക്രമിക്കൽ നടത്തുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ രോഹിണി, നിങ്ങളുടെ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് തന്നെ വെള്ളാപ്പള്ളിയെ വേട്ടയാടുന്നത് എന്തിന് എന്നാണ് തലക്കെട്ട്. വെള്ളാപ്പള്ളിയെ ആരും വേട്ടയാടുന്നില്ല. വെള്ളാപ്പള്ളി അങ്ങനെ വേട്ടയാടേണ്ട ആവശ്യവുമില്ല. കേരളത്തിലെ ഏറ്റവും പ്രബല ഒരു സമുദായത്തിന്റെ നേതാവാണ്. എണ്ണത്തിൽ പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നത് 1 കോടിയോളം 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലെ എന്ന് പറഞ്ഞാൽ 1/3 താഴെ ജനവിഭാഗങ്ങൾ വരുന്ന ഒരു സമുദായത്തിന്റെ നേതാവ് വെള്ളാപ്പള്ളിയെ എന്തിനാണ് വേട്ടയാടുന്നത് വെച്ചാൽ വെള്ളാപ്പള്ളിയെ വേട്ടയാടേണ്ട കാര്യമില്ല. ഇവിടെ വേട്ടയാടൽ എവിടെയെങ്കിലും വേട്ട നടക്കുന്നിടത്ത് വേട്ട മൃഗമായി അദ്ദേഹം നിന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് കയറിപ്പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന രോഹിണി, വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾക്ക് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന CPI ചതിയൻ ചന്തു, എന്താ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിന് നടത്തേണ്ട ആവശ്യം? ഒന്ന്, നമ്മുടെ നാട്ടിൽ ഈ സാമുദായിക സംഘടനകളുടെ ഒരു ചരിത്രം, അവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കാര്യമായ അഭിപ്രായം പറയാത്തവരോ ആണ്. കാരണം സമുദായ സംഘടനകളുടെ പ്രവർത്തനവും പ്രവർത്തിക്കേണ്ട രീതിയും എന്ന് പറയുന്നത് അത് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുകയല്ല. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈഴവരില്ലാത്ത കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല, മുസ്ലിം ലീഗിൽ പോലും ഉണ്ട് എന്ന് അദ്ദേഹം ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇവിടെ വെള്ളാപ്പള്ളിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പറയുന്നതല്ല, വെള്ളാപ്പള്ളിയുടെ മനസ്സിൽ അന്ധമായ ഒരു കോൺഗ്രസ് വിരോധമുണ്ട്. ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ചുമ്മാ കൗതുകത്തോടെ അദ്ദേഹത്തിന്റെ എൻ്റെ ഇന്നലകൾ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പുസ്തകം സജിൽ ശ്രീധരൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയൊരു പുസ്തകമുണ്ട്. ചുമ്മാ വെറുതെ ഞാനൊരു കൗതുകത്തിന് അതൊന്ന് മറിച്ചു നോക്കിയത്. KSU രൂപീകരണത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വയലാർ രവിയോടും AK ആന്റണിയോടൊപ്പം അന്ന് ഇദ്ദേഹത്തിന്റെ സ്കൂട്ടർ അന്നത്തെ കാലത്തെ 2 വീലർ എന്താണെന്ന് അറിയത്തില്ല, പിന്നിലാണ് ഇവർ രണ്ടുപേരും ഇരുന്ന് KSU രൂപീകരണം എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത്. അപ്പോ അന്ന് അദ്ദേഹം KSUവിന്റെ ഭാഗമായിട്ട് നിന്നയാളാണ്. പിന്നെ എന്നാണ് അദ്ദേഹം ഈ കോൺഗ്രസ് വിരോധം മനസ്സിൽ അത് വല്ലാതെ അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ കോൺഗ്രസ് വിരോധം അദ്ദേഹം സ്ഥാനത്തും അസ്ഥാനത്തും കോൺഗ്രസിനെതിരെ പലപ്പോഴും, കാരണം VD സതീശനെ പോലുള്ള നേതാക്കൾക്ക് നേരെ ഇദ്ദേഹം നടത്തുന്ന ഭർസനങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായത്തിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സാമുദായികമായി സമുദായത്തിന്റെ പുരോഗതിക്കും സമുദായത്തിലെ അംഗങ്ങളുടെ ഉന്നമനത്തിനും ഒക്കെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ അദ്ദേഹം പറയുന്ന അഭിപ്രായം അത് മറ്റൊരു മതത്തെയോ അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തെയോ എപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാകരുത്. ഇന്ന് യോഗനാഥത്തിലെ റിപ്പോർട്ട് കൗമുദി പത്രത്തിൽ ഞാനൊന്ന് കാണുക, അതിന്റെ ഒരു വാചകം കൂടി ഞാനൊന്ന് വായിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി കേരള മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ചതിന്റെ പേരിലുള്ള അപഹാസ്യ ചർച്ചകൾ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന ഐക്യത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും വൃത്തികെട്ട മുഖമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കുന്നു രോഹിണി, കേരളത്തിൽ ഇന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഐത്വവും തൊട്ടുകൂടായ്മയൊക്കെ? കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സമുദായത്തിന്റെ നേതാവ് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിനെ വിമർശിക്കുന്നത് ഐക്യത്തിന്റെ പേരില്ല. മുഖ്യമന്ത്രിയും ഇതേ സമുദായത്തിൽപ്പെട്ടയാളാണല്ലോ. അപ്പൊ എന്തിനാ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനത്തെ ചില പോയിന്റുകളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, അതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. രോഹിണി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ വെള്ളാപ്പള്ളിയെ വിമർശിക്കുമ്പോൾ അല്ലെ ഈഴവനായ ഞാൻ വിമർശിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മറ്റൊന്നും നിങ്ങൾ കാണണ്ട. SNDPയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ SNDPയും കോൺഗ്രസും എന്നും വെള്ളാപ്പള്ളി വരുന്നതിന് മുമ്പ് എന്നും ഒന്നിച്ചു പോയിട്ടുള്ള ചരിത്രമാണ്. ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വരുമ്പോൾ മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹം, TK മാധവൻ എന്ന ആളുകൾ ഈഴവരോട് ആഹ്വാനം ചെയ്തത് നിങ്ങൾ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് ഐക്യത്തിനെതിരെ പ്രവർത്തിക്കണമെന്നാണ്. മൗലാന മുഹമ്മദ് അലി AICCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാക്കിനാട സമ്മേളനത്തിൽ TK മാധവൻ എന്ന കോൺഗ്രസ്സുകാരനാണ് ഐക്യത്തിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത്. അന്നു മുതൽ
കോൺഗ്രസും SNDPയും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. SNDPയുടെ നേതാവായിരുന്ന TK മാധവൻ, SNDPയുടെ നേതാവായിരുന്ന R ശങ്കർ. ആ R ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് SNDPയുടെ നേതാവായതുകൊണ്ടല്ല, കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. പിന്നീട് അങ്ങോട്ടുള്ള SNDPയുടെ നേതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാലും അത് KK വിശ്വനാഥനാണെങ്കിലും PS ശ്രീനിവാസനാണെങ്കിലും PS വേലായുധനാണെങ്കിലും MK രാഘവൻ വക്കീലാണെങ്കിലും ഗോപിനാഥൻ വക്കീലാണെങ്കിലും അതിൽ S പ്രതാപ് സിംഗ് ആണ് തെളിഞ്ഞ രാഷ്ട്രീയക്കാർ. ബാക്കി എല്ലാവരും കോൺഗ്രസിന്റെ ഭാരവാഹികളോ കോൺഗ്രസിൽ അംഗത്വമുള്ളവരോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സഹയാത്രികരോ ഒക്കെ ആയിരുന്നു. MK രാഘവൻ മന്ത്രിയായ ആൾ വരെ, KK വിശ്വനാഥൻ ഗവർണറായ ആള്. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും കോൺഗ്രസ് ആയി നിൽക്കുമ്പോഴും ഇവരാരും പ്രത്യക്ഷമായി ഒരു സമുദായത്തെ കോൺഗ്രസിലോട്ട് ചേർത്ത് നിർത്താനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. സമുദായത്തിന്റെ പ്രവർത്തനവുമായിട്ട് പോകുന്നു. ആ ബുദ്ധിജീവികളായിരുന്നു സമുദായത്തെ നയിച്ചത്. പക്ഷെ ഇദ്ദേഹം വന്നതിന് ശേഷം സമുദായത്തിന് എന്താ പറയുക, വളർച്ചയും ആ കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഈ സമുദായത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മെഗാഫോണായി പ്രവർത്തിക്കാൻ ഇദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ശ്രമിച്ചു വരികയാണ്. അതാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലെ കോൺഗ്രസ് വിരോധം. അത് ഇങ്ങനെ ഈ വാർത്തകളിലൂടെ തെളിഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് പറയുന്നു, SNDP യോഗത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് അത് സമുദായത്തിന്റെ ഉന്നമനവും ആ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ്. അതിലൊരിക്കലും സാമ്പത്തിക സംവരണത്തെ അനുകൂലിച്ചിട്ടില്ല. അങ്ങ് SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന രാജ്യത്താണ്, നാട്ടിലാണ് ആദ്യമായി സാമ്പത്തിക സംവരണം. എന്താ സാമ്പത്തിക സംവരണത്തെ SNDP എല്ലാ കാലഘട്ടത്തിലും എതിർത്തിട്ടുള്ളത്? സാമ്പത്തിക സംവരണമല്ല, സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ. ആ പിന്നോക്കാവസ്ഥയാണ് സംവരണത്തിന്റെ അടിസ്ഥാന കാരണം. ഇപ്പൊ 26 കൊല്ലമായിട്ട് അംഗീകരിക്കുന്നു. 16 കൊല്ലം കുമാരനാശാൻ ഇരുന്ന ആ കസേരയിൽ അങ്ങിരിക്കുമ്പോൾ അവരാരും പറയാത്ത രീതിയിൽ, അവരാരും വർഗീയമായി ചിന്തിച്ചവരല്ല, വർഗീയത പറഞ്ഞവരല്ല, അവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതാ. നിങ്ങൾക്കും അവകാശത്തിന് വേണ്ടി പോരാടാം. പക്ഷേ ആ പോരാട്ടത്തിൽ നിങ്ങൾ ഇന്ന മതക്കാരൻ മോശം, ഇന്ന മതക്കാരൻ കൂടുതൽ നേടി എന്ന സാമുദായിക സ്പർദ്ധ നിങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കുമ്പോൾ അവിടെയല്ലേ ആ തിരുത്തു വേണ്ടത്? കാരണം അദ്ദേഹം ഇന്നും ആവർത്തിക്കുകയുണ്ടായി താൻ ഒരു മതത്തെയും അല്ല പറഞ്ഞത് എന്നുള്ളത്. തന്റെ സമുദായത്തിന് വേണ്ടി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ സമുദായത്തിന് വേണ്ടി, തന്റെ സമുദായം അവഗണന നേരിടാതിരിക്കാൻ വേണ്ടി പറഞ്ഞ അഭിപ്രായമാണ്. അത് UDFിലെ പ്രബലമായ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു സമുദായവുമായി കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കേരളം വളരെ ബോധപൂർവം അവഗണിക്കുന്നത്? ഇന്നലെ ചോദിച്ച ചോദ്യം അതല്ലല്ലോ. ഇന്നലെ ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത് CPI ചതിയൻ ചന്തുമാരുടെ പാർട്ടിയാണെന്നല്ലോ. ഇത് വളരെ മുമ്പേ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇന്നലെ അദ്ദേഹം എന്തിനാണ് CPI ചതിയൻ ചന്തുമാരുടെ പാർട്ടി എന്നൊരു അഭിപ്രായം വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാള് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉന്നയിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞോട്ടെ, മുസ്ലിം ലീഗ് കൂടുതൽ നേടി, ഇല്ലെങ്കിൽ മുസ്ലിം സമുദായം കൂടുതൽ നേടി, കണക്കുകളൊക്കെ വെച്ചോട്ടെ. എന്റെ ചോദ്യം, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ, KPCCയുടെ വക്താവ് എന്ന നിലയിൽ എന്റെ ചോദ്യം, രോഹിണി അങ്ങ് എന്നോട് ചോദിക്കുമ്പോൾ എന്റെ ചോദ്യം, CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചതിയൻ ചന്തുവിന്റെ പാർട്ടി എന്നും അത് കൊള്ളരുതാത്തവന്മാരുടെ പാർട്ടി എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അതാണ് തെരഞ്ഞെടുപ്പ്. അതാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകിയത് സൂചിപ്പിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം മാത്രമായി അത് വിശേഷിപ്പിച്ചതല്ലേ? അല്ലല്ല, അങ്ങനെയല്ലല്ലോ ആ വിശേഷണം പോയത്. സാമ്പത്തിക, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഏത് പാർട്ടിക്കാരാണ് നാട്ടിൽ പണമുള്ള ആളുകളുടെ അടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോകും. അല്ലാതെ രാഷ്ട്രീയ പാർട്ടി ആരെങ്കിലും സ്വന്തമായിട്ട് കമ്മട്ടത്തിൽ പണം അടിച്ചല്ലോ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം പോകും. എന്റെ ചോദ്യം അതാണ്. അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് അവിശുദ്ധമൊന്നും ഞാൻ പറയില്ല. ഈ കൂട്ടുകെട്ട് അത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ അകൽച്ചയാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിൽ 1 എന്ന് CPI വിലയിരുത്തി. CPI വിലയിരുത്തിയപ്പോ CPIയുടെ വിലയിരുത്തൽ തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. CPI ചതിയൻ ചന്തുമാരുടെ പാർട്ടിയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ മറ്റു ചില ദുരുദ്ദേശങ്ങളുണ്ട്. കേരളത്തെ ഇന്ന് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ഒരു മതധ്രുവീകരണമാണ്. എന്താ മതധ്രുവീകരണം? ഇനി ന്യൂനപക്ഷത്തെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ട. അപ്പൊ ഇനി ഭൂരിപക്ഷത്തെ കൂട്ടുപിടിക്കണം. ഭൂരിപക്ഷത്തെ കൂട്ടുപിടിക്കണമെങ്കിൽ നേരിട്ട് പിണറായി വിജയന് പറ്റത്തില്ല. അപ്പൊ പിണറായി വിജയന് വേണ്ടി സുഗുണൻ ഇനി കളത്തിൽ ഇറങ്ങട്ടെ എന്ന് ഒരു സിനിമയ്ക്കകത്ത്
പറയുന്നത് പോലെ പിണറായി വിജയന് വേണ്ടി ഭൂരിപക്ഷ സമുദായത്തെ ഇളക്കുന്നതിന് വേണ്ടി ഉള്ള ചില പ്രഖ്യാപനം. RV ബാബു ഒക്കെ അതിൽ ഇളകിയിരിക്കുക കേട്ടോ. ബാബുവിന്റെ ചില പ്രസ്താവനകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട, ഇതൊക്കെ ശ്രീ പിണറായി വിജയന് വേണ്ടിയാണ്. ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബുവിനോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, അത് ഈ നാട്ടിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ രക്ഷയ്ക്കൊന്നും വേണ്ടിയല്ല, അത് പിണറായി വിജയൻ നടപ്പിലാക്കുന്ന ചില അജണ്ട, ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മുന്നിൽ നിന്ന് പോരാടുന്നത് ആരെ എന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണ്. അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. കാരണം അദ്ദേഹം ഇപ്പോൾ എടുത്തെടുത്ത് പറയുന്നത് മൂന്നാം നിയമസഭ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പുള്ളി പറഞ്ഞത് എന്താ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തെ UDF നാമാവിശേഷമാകും, നിലംപരിശാകുന്നത്. ഇപ്പൊ പറയുന്നത് എന്താ, മൂന്നാം വട്ടവും ശ്രീ പിണറായി വിജയൻ വരില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നേതൃത്വത്തിനും അറിയാം, ശ്രീ പിണറായി വിജയനും അറിയാം. എന്നാൽ ഒരു ഭൂരിപക്ഷ വർഗീയത ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും നടത്തുന്ന ഈ പ്രസ്താവന ഇതൊരിക്കലും SNDP യോഗത്തിന് ഗുണം ചെയ്യില്ല, കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഗുണം ചെയ്യില്ല. അതുപോലെ തന്നെ ഇപ്പോ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ സാമുദായിക അന്തരീക്ഷത്തിന് ഇത് വല്ലാതെ ദോഷം ചെയ്യും എന്ന് രോഹിണി ഈ ചർച്ചയിൽ പങ്കെടുത്ത ആദ്യ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ശരി.